ഹലോ സ്റ്റുഡൻസ്, വീണ്ടും ചെറിയൊരു വീഡിയോ ആണിത്. ഇതെന്ന് പറയുന്നത് ഒരു അറേയിലുള്ള എലമെൻറ്റ് അല്ലെങ്കിൽ അറേയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ഡാറ്റ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്, ഔട്ട്പുട്ട് സ്ക്രീനിൽ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത്. ചെറിയൊരു വീഡിയോ ആയിരിക്കും. ഇവിടെ ഞാൻ ഒരു എ എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ അറേ 5 സൈസിലുള്ള ഒരു ഇൻറ്റീജർ അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ അതിലെ ഇനിഷ്യൽ വാല്യൂസും കൂടെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. എ എന്ന് പറയുന്ന അറേ നെയിമാണ്, 5 എന്ന അറേയുടെ സൈസാണ്, അതൊരു ഇൻറ്റീജർ അറേയാണ്. അതിൽ 5 വാല്യൂസും കൂടെ ഞാനിവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇതിൽ രണ്ടാമത്തെ വാല്യൂ, അതായത് ഈ 5 എന്ന് പറയുന്ന വാല്യൂ, അതിനെ എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അത് രണ്ടാമത്തെ വാല്യൂ, ഈ അറയിൽ എ എന്ന് പറയുന്ന അറയിൽ സ്റ്റോർ ചെയ്യുന്ന രണ്ടാമത്തെ വാല്യൂവിനെ എനിക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. സെക്കൻഡ് എലമെൻറ്റ് ഓഫ് ദി അറേ ഈസ് എന്നും പറഞ്ഞിട്ട് ഇത് ടെക്സ്റ്റിൽ നമ്മൾ കൊടുക്കും. ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ ഡബിൾ കോഴ്സിൻ്റെ അകത്ത് ഈ ടെക്സ്റ്റ് കൊടുക്കും. എന്നിട്ട് ആ 5 എന്ന് പറയുന്ന വാല്യൂവിനെ എനിക്ക് ഡിസ്പ്ലേ ചെയ്യണം. അതായത് ഈ അറയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ഇൻഡെക്സ് പൊസിഷനിൽ ഉള്ള ആ ഒരു വാല്യൂവിനെ എനിക്ക് ഡിസ്പ്ലേ ചെയ്യണം. അതിന് സിമ്പിളായിട്ട് സി ഔട്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് എന്താണോ ടെക്സ്റ്റ് എന്തെങ്കിലും അത് കൊടുക്കുക. എന്നിട്ട് എവിടെയാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ സ്ഥലത്ത് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഇട്ടിട്ട് ആ അറേയുടെ പേര് മെൻഷൻ ചെയ്യുക. എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് ആ ഇൻഡെക്സ് പൊസിഷൻ, ഏത് ഇൻഡെക്സ് പൊസിഷനിലുള്ള വാല്യൂ ആണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ ഇൻഡെക്സ് പൊസിഷൻ മാത്രം അങ്ങ് എഴുതി കൊടുക്കുക. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഈ ടേമിൻ്റെ സ്ഥാനത്ത് ആ 1 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താണോ അതോടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ ടെക്സ്റ്റ് കൊടുത്തത് ദ സെക്കൻഡ് എലമെൻറ്റ് ഓഫ് ദി അറേ എന്നാണ്. അതായത് അറേയുടെ രണ്ടാമത്തെ എലമെൻറ്റ്. യൂസർ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ നമ്മുടെ ഈ അറേയിലെ രണ്ടാമത്തെ എലമെൻ്റാണ് 5. പക്ഷേ കമ്പൈലറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഈ 5 എന്ന് പറയുന്നത് 1 എന്ന ഇൻഡെക്സ് പൊസിഷനിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ യൂസർ പോയിൻ്റ് ഓഫ് വ്യൂവിൽ സെക്കൻഡ് എലമെൻ്റ് എന്ന് പറയുമ്പോഴും കമ്പൈലറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത് ആദ്യത്തെ ഇൻഡെക്സ് എലമെൻറ്റിൽ വരുന്നതാണ്, ഇൻഡെക്സ് നമ്പർ വരുന്നതാണ്. കാരണം ഇൻഡെക്സ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 0-യിലാണ്. ആദ്യത്തെ എലമെൻറ്റ് ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ 0-ആണ്. ഇപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് വാല്യൂ ആണ് എനിക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ബ്രാക്കറ്റിൻ്റെ അകത്ത് 0 എന്നായിരിക്കണമായിരുന്നു കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി. ഇവിടെ സെക്കൻഡ് എലമെൻ്റ് എന്ന് കൊടുത്താലും നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത് 1 എന്നാണ്. കാരണം സെക്കൻഡ് എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പം അങ്ങനെയായിരിക്കും നമ്മൾ എപ്പോഴും കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പം ഇങ്ങനെ അറേയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ഇൻഡെക്സ് പൊസിഷനുള്ള വാല്യൂ മാത്രമായിട്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. സി ഔട്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഇട്ടിട്ട് ആ അറേയുടെ പേര് എഴുതുക. എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് ആ ഇൻഡെക്സ് പൊസിഷൻ മാത്രം അങ്ങ് മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി. ആ പർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇത് ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള അറേ ആയിരുന്നാലും ഫ്ലോട്ട് അല്ലെങ്കിൽ ഡബിൾ ഡാറ്റ ടൈപ്പിലുള്ള അറേ എല്ലാത്തിലും നമുക്ക് ഈ ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള അറേ ആണെങ്കിൽ നമുക്ക് ഈ ഒരു രീതി തന്നെ ഫോളോ ചെയ്യാം. ഇവിടെ എ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 6 ആണ്. സൈസ് 6 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൽ 5 ക്യാരക്ടേഴ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ആറാമത്തെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു നൾ ക്യാരക്ടറാണ്. നമ്മൾ കൊടുത്തില്ല എങ്കിൽ ഡീഫാൾട്ടായിട്ട് ഒരു നൾ ക്യാരക്ടർ ആയിരിക്കും അവസാനത്തെ ക്യാരക്ടറായിട്ട് അതിൽ സ്റ്റോർ ആവുന്നത്. അപ്പം നമുക്ക് 6 എന്ന സൈസ് കൊടുക്കുകയാണെങ്കിൽ 5 ക്യാരക്ടേഴ്സിന് നമുക്ക് ഈ ക്യാരക്ടർ അറേ സ്റ്റോർ ചെയ്യാം. ഞാൻ അതിൻ്റെ 5 ക്യാരക്ടേഴ്സ് എന്നെ ഇവിടെ ഇനിഷ്യലൈസ് ചെയ്യുന്നുണ്ട്. ഡബിൾ കോഴ്സിൻ്റെ അകത്ത് ഇവിടെ 5 ക്യാരക്ടേഴ്സ് ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്. ഹലോ എന്ന് പറയുന്ന ഒരു വേർഡ്, അത് സ്ട്രിങ് ആണ്. അപ്പോൾ സ്ട്രിങ് ആയിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്കിവിടെയും രണ്ടാമത്തെ ക്യാരക്ടറിനെ എനിക്ക് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി സിമ്പിളായിട്ട് സി ഔട്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എഴുതി ദ സെക്കൻഡ് ക്യാരക്ടർ ഓഫ് ദി അറേ ഈസ് എന്ന് എഴുതിയിട്ട് വീണ്ടും ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എഴുതിയിട്ട് സിമ്പിളായിട്ട് അറേയുടെ പേര് എഴുതി സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് ആ ഇൻഡെക്സ് നമ്പർ മാത്രം ഇവിടെ മെൻഷൻ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ സെക്കൻഡ് ക്യാരക്ടർ എന്ന് പറയുമ്പോഴും ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് ഈ രണ്ടാമത്തെ ക്യാരക്ടറായ ഇ എന്ന് പറയുന്ന ആ വാല്യൂ, ആ ഡാറ്റ എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പം ക്യാരക്ടർ അറേ ആയിരുന്നാൽ നമുക്ക് ഇതേ മെത്തേഡ് ഉപയോഗിച്ച് തന്നെ ഒരു അറേയിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഇൻഡെക്സ് പൊസിഷനുള്ള വാല്യൂ നമുക്ക് ഈസി ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ക്യാരക്ടർ അറേയിൽ മറ്റൊരു ഫീച്ചറും കൂടെയുണ്ട്. ഈ ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ സ്ട്രിങ് മുഴുവൻ, അതായത് സ്റ്റോർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് മുഴുവൻ എന്താണോ അതിൽ സ്റ്റോർ ചെയ്യുന്നത് അത് ചിലപ്പോൾ ഒരു സിംഗിൾ വേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വേർഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ സെൻറ്റൻസ് ആയിരിക്കാം, ഒരു സ്ട്രിങ് ആയിരിക്കും അതിൽ സ്റ്റോർ ചെയ്യുന്നത് ക്യാരക്ടർ അറേയിൽ. അപ്പോൾ അതിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ്ങിനെ മുഴുവനായിട്ടും ഒറ്റയടിക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ എനിക്ക് ഈ ഹലോ എന്ന് പറയുന്ന മൊത്തം വേർഡാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഔട്ട്പുട്ട് സ്ക്രീൻ. അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരണം, സ്ട്രിങ് സ്റ്റോർഡ് ഇൻ ദ അറേസ് എന്ന് പറഞ്ഞ് അത് അറേയിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ് മുഴുവൻ ഡിസ്പ്ലേ ചെയ്യണം.
അപ്പോൾ അതിന് വേണ്ടി സി ഔട്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് എന്നിട്ട് ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ കൊടുത്തു ദ സ്ട്രിംഗ് സ്റ്റോർഡ് ഇൻ ദി അറേ ഈസ് എന്ന ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. എന്നിട്ട് ദ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഇട്ടിട്ട് ദ അറേയുടെ പേര് മാത്രമാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തത്. ഞാനിവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ഒന്നും ഇട്ടില്ല, സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് വാല്യൂ ഇൻറ്റീജർ വാല്യൂ ഒന്നും ഇട്ട് കൊടുത്തില്ല. ജസ്റ്റ് അറേയുടെ പേര് മാത്രം വിത്തൗട്ട് സ്ക്വയർ ബ്രാക്കറ്റ്സ് ആണ് ഞാനിവിടെ മെൻഷൻ ചെയ്തത്. ഇത് ഇങ്ങനെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ആ ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ് എന്താണോ, അതായത് അതിൽ സ്റ്റോർ ചെയ്യുന്ന ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത സ്ട്രിങ് എന്താണോ അതുപോലെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. മുഴുവൻ ക്യാരക്ടേഴ്സും സ്ട്രിങ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അങ്ങനെ ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ്ങിനെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് ആ അറേയുടെ പേര് മാത്രം മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു രീതി ക്യാരക്ടർ അറേയിൽ മാത്രമുള്ള ഒരു സംഭവമാണ്. ഒരു ഇൻറ്റീജർ ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ ഡബിൾ ഡാറ്റ ടൈപ്പിലുള്ള അറേയുടെ വാല്യൂസ് എല്ലാം കൂടി ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ആ അറേയുടെ പേര് മാത്രം എഴുതി വെച്ചാൽ അത് വർക്കാവത്തില്ല, സിൻടാക്സ് എറർ കാണിക്കും. ഈ ഒരു രീതി ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള അറേയിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്കിപ്പം ഇതിപ്പം ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള ഒരു അറേയാണ്. ഇതിലുള്ള എല്ലാ വാല്യൂസും ഡിസ്പ്ലേ ചെയ്യാനായിട്ട് വേറൊരു മെത്തേഡാണ്, ഫോർ ലൂപ്പൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വേറൊരു മെത്തേഡാണുള്ളത്. അത് നമ്മൾ പഠിക്കും. അത് ആ സമയത്ത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അത് പഠിക്കാം. ഇപ്പം നമുക്കത് നോക്കണ്ട. ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സാധാരണ ഇൻറ്റീജർ അല്ലെങ്കിൽ ഡബിൾ അല്ലെങ്കിൽ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിൽ ഉള്ള അറേയിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ വാല്യൂ മാത്രമായിട്ട് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ആ വാല്യൂ ഇരിക്കുന്ന ആ ഇൻഡെക്സ് നമ്പർ മാത്രം വെച്ച് ഡിനോട്ട് ചെയ്ത് നമുക്കത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനൊക്കെ. അതേസമയം ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ് മുഴുവൻ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ക്യാരക്ടർ അറേയുടെ പേര് മാത്രം മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി. സ്ക്വയർ ബ്രാക്കറ്റ്സ് ഒന്നും വേണ്ട, അതിൻ്റെ അകത്ത് ഒരു നമ്പർ മെൻഷൻ ചെയ്യേണ്ട, അറേയുടെ പേര് മാത്രം മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ് എന്താണോ അതുപോലെ ഡിസ്പ്ലേ ചെയ്യും. ഒന്നിൽ കൂടുതൽ വേർഡ്സ് ഉണ്ടെങ്കിൽ ആ ഒന്നിൽ കൂടുതൽ വേർഡ്സ് എത്രയാണോ അതുപോലെ അങ്ങ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോൾ ഈ ഒരു രീതി എന്ന് പറയുന്നത് ക്യാരക്ടർ അറേയിൽ മാത്രമുള്ള ഒരു ഫീച്ചറാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് അറേയിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. ഇതല്ലാതെ ഇപ്പം ഈ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലുള്ള അറേയിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂസ് എല്ലാം ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ളൊരു മെത്തേഡുണ്ട്. അത് ഫോർ ലൂപ്പ് ഉപയോഗിച്ചുള്ള മെത്തേഡാണ്. അത് ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ വീഡിയോയിൽ എന്തായാലും ഇത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോയിൽ. താങ്ക് യു.